ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കേണ്ട 3 തിരിച്ചറിവുകൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ്. നമ്മൾ സാധാരണയായി നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് മറ്റുള്ളവരെ നോക്കാനാണ്. മറ്റുള്ളവരെ നോക്കി അവരെ ഫോളോ ചെയ്യുക, അവരെ കോപ്പി അടിക്കുക, അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്യുക, അവരെ വെച്ച് നമ്മളെ അളക്കുക. ഇതെല്ലാമാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം. പരീക്ഷ എടുക്കുമ്പോഴെല്ലാം എന്തുകൊണ്ടാണ് അപ്പുറത്തെ കുട്ടികൾക്ക് മാർക്ക് കുറവായത് എന്നെല്ലാമാണ് ചോദിക്കുന്നത്. അതിനു പകരം യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ ആരാണ്, നമ്മുടെ പ്രത്യേകതകൾ എന്താണ്, നമ്മുടെ സ്വാഭാവികമായ ശക്തി എന്താണ്, നമ്മുടെ സ്വാഭാവികമായ കഴിവുകൾ എന്താണ്, നമ്മുടെ സ്വാഭാവികമായ ഇൻട്രസ്റ്റുകൾ എന്താണ്, നമുക്ക് ഏറ്റവും എഫർട്ട്ലെസ് ആയി ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ചെയ്യുന്തോറും എനർജി ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം കണ്ടുപിടിക്കലാണ് നമ്മൾ അടിസ്ഥാനപരമായി ആദ്യമായി തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന്, മരം കയറുന്ന അണ്ണാനെ നോക്കി നെടുവീർപ്പിടുന്ന മീനിനെ പോലെയാണ് സ്വന്തം കഴിവുകൾ, സ്വന്തം പ്രത്യേകത തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ച്. കാരണം മീനിനെ സംബന്ധിച്ച് കരയിൽ കുറച്ച് നേരം നിൽക്കാൻ പോലും അതിന് കഴിയില്ല. അപ്പോൾ മീനിന് തോന്നും ഞാൻ വളരെ മോശക്കാരനാണ് എന്നായിരിക്കും മീനിന് തോന്നുന്നത്. പക്ഷെ ആ മീനിൻ്റെതായ കഴിവുകളുണ്ട്. അണ്ണാൻ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് മീനിന് ചെയ്യാൻ കഴിയുന്നത്. അതാണ് സ്വന്തം കഴിവുകൾ എന്താണ്, സ്വയമായിട്ടുള്ള തിരിച്ചറിവാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തനിക്ക് ആർക്കാണ് സർവീസ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് സർവീസ് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് പ്രൊഡക്റ്റ് ആയും സർവീസ് കൊടുക്കാം, ഒന്ന് ഡയറക്റ്റ് സർവീസ് ആയും സർവീസ് കൊടുക്കാം. സർവീസായി ലഭിക്കുന്ന പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷെ പ്രൊഡക്റ്റും അടിസ്ഥാനപരമായി സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ടേബിൾ വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ കൊടുക്കുന്ന ഒരു ടേബിളാണ്, പക്ഷെ ഈ ടേബിൾ അയാൾക്ക് വേണ്ടി സർവീസ് ചെയ്യുകയാണ്. ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ടേബിൾ വാങ്ങുന്നത്, അദ്ദേഹത്തിന്റെ ആ ആവശ്യം ഈ ടേബിൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആളുകളും മുൻപ് പറഞ്ഞതുപോലെ താൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി തനിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, തനിക്ക് ചെയ്യുന്തോറും ഏറ്റവും സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള എന്ത് സർവീസാണ്, എന്ത് പ്രൊഡക്റ്റാണ് ആളുകൾക്ക്, മറ്റുള്ളവർക്ക് ഉപകാരമായി കൊടുക്കാൻ കഴിയുന്നത് എന്ന് കണ്ടെത്തലാണ് രണ്ടാമത്തെ തിരിച്ചറിവ്. വേറെ ഒരു രീതിയിൽ ഇത് പറയാൻ കഴിയും. സാധാരണക്കാർ എപ്പോഴും തന്റെ പ്രശ്നം ആര് സോൾവ് ചെയ്യും എന്നുള്ള അന്വേഷണത്തിലായിരിക്കും. പക്ഷെ സക്സസ്ഫുൾ ആകുന്നവർ എപ്പോഴും തനിക്ക് ആരുടെ പ്രശ്നം സോൾവ് ചെയ്യാം എന്നായിരിക്കും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ രണ്ടാമത്തെ പോയിന്റിന്റെ തിരിച്ചറിവിന് വേണ്ടി സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും നല്ല അന്വേഷണത്തിലായിരിക്കും. അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ സക്സസ്ഫുൾ ആകുന്നവരാണ് സക്സസ് ആകുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള, നമുക്ക് ഏറ്റവും അലൈൻഡായ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അത് സന്തോഷത്തോടു കൂടി പണം കൊടുത്ത് വാങ്ങാനുള്ള ആളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ആദ്യം അങ്ങനത്തെ ആളുകൾ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അതാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേബിൾ, പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ടേബിൾ ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ, അടുക്കളയിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിൾ ഉപയോഗിക്കാം. ഒരു കോഫി ഹൗസിൽ ചായ കുടിക്കാനായി ടേബിൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ അവിടെ ടേബിളിന്റെ ആവശ്യം വേറെ ആയിരിക്കും. ഓരോ പ്രൊഡക്റ്റും സർവീസും പേര് പറയുമ്പോൾ ഒരേ കാര്യമായിരിക്കുമെങ്കിലും ഉപയോഗം വേറെ ആയിരിക്കും. അതിന് കൃത്യമായ, അതിനാവശ്യമുള്ള ആളുകളെ കണ്ടെത്തുക. ഈ ആളുകൾ കൃത്യമായി നമ്മളുടെ കയ്യിൽ നിന്ന് സന്തോഷത്തോടുകൂടി സാധനം വാങ്ങുന്നു, അത് അവർക്ക് ഉപകാരപ്പെടുന്നു. അങ്ങനെ നമ്മളുടെ സാധനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന വാല്യൂ ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു തിരിച്ചറിവ്. പിന്നീട് ഇത് അവർ ആ സാധനം സന്തോഷത്തോടെ വാങ്ങുക എന്ന് പറയുന്ന അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് പിന്നീട് ഫൈനലായി നടക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരാൾക്ക് സാമ്പത്തികമായി സക്സസ് ഉണ്ടാകുന്നത്.